ഹലോ ടെറർ ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടെറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണോ, അല്ലെങ്കിൽ ഇവർ മൂവ് ഓൺ ആയോ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരുന്ന് ഈ റീഡിങ് കേൾക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റീസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. ഓക്കെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഈ റീഡിങ്ങിൽ നിന്ന് ക്ലെയിം ചെയ്യുക. അല്ലാതുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുകളയുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രേക്കപ്പ് ആവാൻ തന്നെ കാരണം ഈ വ്യക്തി തന്നെയായിരിക്കും. ഈ വ്യക്തി നിങ്ങളെ വെറുപ്പിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ കൂടുതൽ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് നിങ്ങൾ കുറേ കാലം പിടിച്ചു നിന്നത് തന്നെ. ഈ വ്യക്തി മൂവ് ഓൺ ആയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ല. ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊരു പ്രതീക്ഷ തരുന്നു എന്നുള്ള രീതിയിലല്ല. ഇയാളുടെ ലൈഫിൽ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് പോലും ഈ വ്യക്തിക്ക് അറിയില്ല. ഈ വ്യക്തി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, അതിനൊക്കെ പിന്നീട് ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ വ്യക്തിയുടെ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലവ് ലൈഫ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് വളരെ ഹാർഡാണ്. അതേസമയം ഈ വ്യക്തിയുടെ കരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സക്സസ്ഫുള്ളാണ്. വളരെ വൃത്തിയായിട്ട് വളരെ ഡിസിപ്ലിനോടുകൂടി ചെയ്യുന്ന ആളാണ്. പക്ഷേ നേരെ മറിച്ച് തൻ്റെ ജീവിതം ഒരു ലവ് ലൈഫിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒട്ടും ഈ വ്യക്തിക്ക് എന്താ പറയുക, അതിൽ ഒരു വിക്ടറിയോ അല്ലെങ്കിൽ ഒരു സക്സസ്സോ ആവാനായിട്ട് ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതായത് ഒരു വ്യക്തിയുടെ ഹേർട്ട് വിൻ ചെയ്യുക, ആ വ്യക്തിയെ ആത്മാർത്ഥമായി പ്രണയിക്കുക, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്കില്ല. ഒരു പാർട്ട്ണർ ലൈഫിൽ വേണം, അത് ജസ്റ്റ് ഒരു പാർട്ട്ണർ ആയാൽ മതി എന്നാണ് ഈ വ്യക്തി ഇത്രയും കാലവും ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പോടുകൂടി ഈ വ്യക്തി കുറേ കാര്യങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ്. അതായത് ഈ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരുന്നത്, അവർ പോയാൽ പോട്ടെ, എനിക്കൊന്നുമില്ല, ഞാൻ ബെറ്റർ ആവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഞാൻ ഇനിയും ഭംഗിയാവാൻ ശ്രമിക്കും, ഞാൻ അവരെ ജലസ് അടിപ്പിക്കും, അങ്ങനെയുള്ള രീതിയിലാണ് ഈ വ്യക്തിയുടെ ചിന്ത പോകുന്നത്. വളരെ ചാലഞ്ചിങ്, അതായത് ഒരു സഹതാപമോ അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങളൊന്നുമില്ല ഈ വ്യക്തിക്ക്. ഞാൻ കാരണമാണ് ബ്രേക്കപ്പായി പോയത്, അങ്ങനത്തെ ഒരു ഗിൽറ്റി ഫീലൊന്നും ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. ഞാനാണ് എല്ലാത്തിലും ബെറ്റർ എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി ഇത്രയും കാലവും ബിഹേവിയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ഈ വ്യക്തി വളരെയധികം വിഷമിക്കുന്നുണ്ട്, ഖേദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വ്യക്തിയുടെ ഈ ഒരു ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതും വേണ്ടിയിരുന്നതും എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. ഈ വ്യക്തിയുടെ ഹേർട്ട് ചക്ര ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലവ് എന്താണെന്നും അത് എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്നും ഇന്ന് ഈ വ്യക്തി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ അവസ്ഥ. ഇപ്പോൾ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. താൻ ചെയ്ത തെറ്റുകൾ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. വളരെ പാഷനേറ്റായിട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന ഈ ഒരു ലൈഫ് ഈ വ്യക്തി കാരണം പോയി എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നിങ്ങളേലും ബെറ്റർ ഈ വ്യക്തിയാണ്, അതായത് എല്ലാത്തിലും നിങ്ങളേലും ബെറ്റർ ഈ വ്യക്തിയാണ് എന്നുള്ളൊരു ഭാവം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യക്തിയുടെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരാളും ഈ വ്യക്തി വില വയ്ക്കുന്നില്ല എന്ന് തന്നെയാണ്. അതായത് തൻ്റെ വീട്ടിൽ പോലും ആണെങ്കിൽ പോലും ഒരാളും ഈ വ്യക്തിയെ മനസ്സിലാക്കുന്നില്ല, വില വയ്ക്കുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പോൾ ഈ വ്യക്തി കടന്നു പോകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഈ വ്യക്തിയെ സ്നേഹിക്കാനും സഹായിക്കാനും ഇപ്പം എന്തെങ്കിലും വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അത് തുറന്നു പറയാനും ഒക്കെ ആയിട്ട് നിങ്ങളുണ്ടായിരുന്നു. പക്ഷേ പതിയാണ് ഒരാളുടെ വില എന്താണെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് പോലും.
വളരെ പാഷനേറ്റായിട്ട് കൊണ്ടുപോകേണ്ടിയിരുന്ന ഒരു ലവാണ് ഇത്. പക്ഷേ ഈ വ്യക്തിയുടെ ഈഗോ കാരണം, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ സാമർത്ഥ്യം കൂടുതലുള്ള ഒരു വ്യക്തിയാണ്, വളരെ സാമർത്ഥ്യക്കാരനാണ് അല്ലെങ്കിൽ കാര്യമാണ് എന്നുള്ളൊരു ഭാവം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇതൊക്കെ ഇപ്പോൾ മാറുന്നതായിട്ടാണ്. അതൊരു മതിൽ പോലെയായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹേർട്ട് ചക്ര ഇപ്പോൾ ആക്ടിവേഷൻ നടക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ എന്താണെന്നും നിങ്ങൾ എത്രത്തോളം ലവ് ചെയ്തിരുന്നെന്നും നിങ്ങൾ എത്രത്തോളം ഹേർട്ട് ആവുന്നുണ്ടെന്നും ഈ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ട്രൈങ് ടു മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും നടക്കുന്നില്ല. വീണ്ടും തിരിച്ച് ഒന്നിലേക്കും എത്താതെ തിരിച്ച് വീണ്ടും ഒന്നുമല്ലാത്ത രീതിയിലാവുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾ വേണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചറിയുന്നു. ഓക്കെ, പക്ഷേ എന്താണ്, ഈ ഈഗോ എന്ന് പറഞ്ഞ സാധനം ഇപ്പോഴും അവിടെ തന്നെ ഉള്ളത് കൊണ്ട് തന്നെ തിരിച്ച് വന്ന് മെസ്സേജ് അയക്കാനോ കാല് പിടിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് തോന്നുന്നില്ല. ഓക്കെ, അത് ഈ വ്യക്തിയെ സമ്മതിക്കുന്നില്ല. ഈ വ്യക്തിയുടെ ഈഗോ അതിനെ സമ്മതിക്കുന്നില്ല. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഡൗൺഫാൾ ഇതിന് മാത്രമാണ് സംഭവിച്ചത്. താൻ കാരണം താൻ കുറേ കെട്ടിപ്പണത് ഉണ്ടാക്കി. ഓക്കെ, ഒരു ലൈഫ് വേണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നത് തന്നെ. പക്ഷേ നിങ്ങളങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു ലവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയെ നിങ്ങൾ ഒരു പാർട്ട്ണറായിട്ട് നിങ്ങൾ സ്വീകരിച്ചത് പോലും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും. ഈ വ്യക്തിയുടെ കുറേ മുറിവേൽപ്പിക്കുന്ന കുറേ വാക്കുകൾ ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും കിടപ്പുന്നുണ്ടാവും. അപ്പോൾ ഈ വ്യക്തി എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്നുള്ളത് ഇവർക്ക് ഇപ്പോഴാണ് ഒരു ക്ലാരിറ്റി തന്നെ കിട്ടുന്നത്, ഒരു ബോധം വെക്കുന്നത് ഇപ്പോഴാണ്. ഈ വ്യക്തി തിരിച്ചു വരാനായിട്ട് അതായത് വളരെയധികം സാധ്യത കൂടുതലാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും താഴ്ന്ന്, അതായത് ഇവരുടെ കാലിൽ വീഴുന്ന രീതിയിൽ പോകരുത് എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം. നിങ്ങളെപ്പോഴും വളരെ സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. ഓക്കെ, പക്ഷേ ഈ പേഴ്സൺ അങ്ങനെയല്ല. കുറച്ച് ഹാർഷായിട്ടുള്ള രീതിയിൽ വാക്കുകളൊന്നും ശ്രദ്ധിക്കാതെ എടുത്ത വഴിക്ക് ചാടി പറയുന്ന ആൾക്കാരായിരിക്കും ഇവർ. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്കെപ്പോഴും ഒരു വിഷമം തന്നെയായിരിക്കും തിരികെ കിട്ടുന്നത്. വളരെ ഹേർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നതൊക്കെ. അപ്പോൾ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ഈ പേഴ്സൻ്റെ പിന്നാലെ പോകരുത്. ഇവർ തന്നെ മനസ്സിലാക്കി ഇവർ തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഇവിടെ കാഴ്ച പറയുന്നതും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നതും. നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ വീണ്ടും വീണ്ടും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റോപ്പ് ചെയ്യുക, അവരെ അവരുടെ വഴിക്ക് വിടുക. ഓക്കെ, നിങ്ങൾക്കുള്ളതാണെങ്കിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ തിരികെ വരും. അതിനുള്ള ടൈം ആവുന്നതേ ഉള്ളൂ. വാശി പിടിക്കാതെ സമാധാനപരമായിട്ട് നിൽക്കുക എന്നാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്, അതായത് മൂവ് ഓൺ ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒട്ടും നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാണ്ടിരിക്കുക. കാരണം ഈ വ്യക്തി കുറേ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഓക്കെ, സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും കളഞ്ഞ് ഈ വ്യക്തിയുടെ പുറകെ പോകരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ റീഡിങ്. അപ്പോൾ പോസിറ്റീവായിട്ട് ഇരിക്കുക, പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു.